എല്ലാവർക്കും ജിഗൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേന വെച്ചിട്ടുള്ളൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ചേനയുടെ പകുതി ചേന എടുത്തിട്ടുണ്ട്. ഇത് 1/2 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ വേവുന്നതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ടിക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 2-2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. വളരെയധികം നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാലേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. ഇറച്ചിക്കറിയേക്കാൾ സൂപ്പറാണ് കേട്ടോ അങ്ങനെ തയ്യാറാക്കുമ്പോൾ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയെന്ന് മാത്രമല്ല കേട്ടോ, ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്ന് വേണ്ട സകല ഇതിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കറിയാണ് ഈ രൂപത്തിൽ തയ്യാറാക്കിയെടുത്താൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോരുതേ. അപ്പം നമ്മുടെ ചേന ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്, പകുതി വെന്തും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടി ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സവാള ഞാൻ നീളത്തിലല്ല അരിഞ്ഞു വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്, നടുവേ കുറച്ച് വലിപ്പത്തിലായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സവാളയെ നമുക്കൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ 2 മിനിറ്റ് നേരം നമുക്കിതും ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചേന കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടി വേവിച്ചെടുക്കാം. കാരണം നമ്മൾ പകുതിയാണ് അത് വേവിച്ചിട്ടുള്ളത്. ഇനി അരപ്പിലാണ് നമ്മുടെ ഈ ചേന നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവിയത് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചേനയൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടണം. അതിനായിട്ട് ഒരു ചെറിയ പാൻ നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് കൂടി പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. പകുതി മൂപ്പാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചേനക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പം നിങ്ങളിതുപോലെ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക.
പെട്ടെന്ന് വേവുന്ന ചേനയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വളരെയധികം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചേനക്കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.